ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ട് നോക്കാൻ പോണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം അതൊക്കെ ഞാൻ ചെറുതായിട്ടാണ് അരിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രൈഡ് റൈസിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ബസ്മതി റൈസാണ്. അപ്പോൾ അത് ഞാൻ പ്രഷർ കുക്കറിലിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾക്ക് ഈ ഊറ്റുന്ന പരിപാടിയൊക്കെ കുറഞ്ഞു കിട്ടുമല്ലോ അതിനായിട്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് റൈസ് എടുത്തേക്കുന്നെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അതുപോലെ കുക്ക് ചെയ്ത് വെച്ച അരിയും അതുപോലെ തന്നെ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസും ആയിട്ട് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. അതിനുശേഷം നമ്മൾക്ക് ഓരോരോ വെജിറ്റബിൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തേക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടുല്ലോ. അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഇട്ടത് ബീൻസ് ആണ്. പിന്നീട് ഞാൻ ക്യാരറ്റ് ഇട്ടു. അത് രണ്ടും ഒരു 2 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ക്യാപ്സിക്കും അതുപോലെ തന്നെ സവാള ഇട്ടത് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഇതെല്ലാം കുക്ക് ആവാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാകത്തിന് ഉപ്പും സോയാ സോസും ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഈ ഉപ്പെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ റൈസ് വേവിച്ചപ്പോൾ റൈസിന് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇട്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഒരു വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾക്ക് റൈസും കൂടെ എടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നടുക്കൊരു ഹോൾ ഇട്ടിട്ട് ഞാൻ അതിലോട്ട് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട എഗ്ഗ് ഒഴിച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാട്ടോ ചെയ്യാറ്. സാധാരണ ആൾക്കാർ ഓൾറെഡി എഗ്ഗ് കുക്ക് ചെയ്തിട്ട് അതിങ്ങിട്ടിട്ട് റൈസിൻ്റെ ഒപ്പം മിക്സ് ചെയ്യാറ് പതിവ്. എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ടം. അപ്പോൾ ആ ഒരു എഗ്ഗിൻ്റെ ഫ്ലേവർ ആ റൈസിലും കൂടെ വരുമല്ലോ അതിനായിട്ട്. അപ്പോൾ എഗ്ഗ് ഒരു 3/4 കുക്ക് ആകുമ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾക്കൊരു കുരുമുളക് പൊടിയും കൂടി ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.